ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. 2025 നവംബർ 16 തീയതി മുതൽ നവംബർ 22 തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, പുറത്തു നിന്നുള്ള ഭക്ഷണ നിമിത്തം അങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകൾ, അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിച്ചാൽ അടുത്ത വാരം മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഔദ്യോഗികപരമായിട്ട് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ ദീർഘകാലമായിട്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ ജോലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാനുള്ള ആ ഒരു ഊർജം, ആ ഒരു ദൈവാധീനമുള്ള നല്ല ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം, ബുധനാഴ്ച വരെയുള്ള ചെറിയ തടസ്സത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഉമാമഹേശ്വര പ്രാർത്ഥന, ഉമാമഹേശ്വര പറ്റുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഉമാമഹേശ്വര അങ്ങനെയുള്ള പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ്. സ്വയംവര അർച്ചന പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ധനപരമായിട്ട് തീരുമാനങ്ങൾ നിമിത്തം ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന മേടക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും മേടക്കൂർ നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തടസ്സം, തുടക്കത്തിൽ ചെറിയ തടസ്സം ഉണ്ടായേക്കാം. അത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം ആ തടസ്സങ്ങൾ മാറി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. കാരണം ജോബില് പൂർണ്ണമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാകാൻ സാധ്യത കുറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരം. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത. സംസാരം നല്ല രീതിയിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. അപ്പം ശത്രു തടസ്സം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്.
ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശത്രു തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ ശത്രു തടസ്സം കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരും. സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം, ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള പണം നിങ്ങളുടെ ബഡ്ജറ്റിന് പുറത്തോട്ടുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ജോലിയിൽ നല്ല രീതിയിൽ അങ്ങനെയുള്ള ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കം, ചെറിയ തോതിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള മടി, അങ്ങനെയുള്ള അലസതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി ഉണ്ടെങ്കിൽ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ടുള്ള വാരമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകണം. കാരണം അങ്ങനെയുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിന്റെ അങ്ങനെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലിമിറ്റ് ഒരു അല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത പോലെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് മുൻപോട്ട് പോവുക. ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ ഈ ഒരു വാരം ചെറിയ തടസ്സം, അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, അങ്ങനെ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ടെൻഷൻസ് നിമിത്തം അങ്ങനെ തലയ്ക്കുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥത, നടുവിനുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെയൊക്കെ കൺവിൻസ് ചെയ്യാനും അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകാനും ആ ഒരു വർക്ക് ഔട്ട്പുട്ട് ലെവൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനും സഹായകരമാകുന്ന ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായതുകൊണ്ട് തന്നെ ദാമ്പത്യപരമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതല്ല കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്
വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യമുള്ള നല്ലൊരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ട് നിങ്ങൾക്ക് ചെലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്രക്കാർക്ക്, അങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള ബഡ്ജറ്റിൽ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തുലാക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാര നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, മറ്റുള്ളവർക്ക് അതൃപ്തി കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ട് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹയർ അതോറിറ്റീസിന് അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാകാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ശത്രു തടസ്സം പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു സമയമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ദൈവാധീനമുള്ള സമയമാകും. അടുത്ത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരം. വിഘ്നേശ്വര പ്രീതിയും അതുപോലെ തന്നെ കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന നല്ലൊരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം, പണം കടം കൊടുക്കുന്നത് വഴി ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ്, പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക്. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന മകരക്കൂറിൽ വരുന്ന കുട്ടികൾക്കും നല്ല രീതിയിലുള്ള സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. ജോലിയിൽ ഉള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ വാരത്തിലെ തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ഒരു വാരമാവും. പ്രത്യേകിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന
കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി രേവതി, ഈ 3 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഓവർ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും അങ്ങനെയുള്ള ഇഷ്യൂസ്, അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രത്യേകിച്ച് ദാമ്പത്യപരമായിട്ടുള്ള അങ്ങനെയുള്ള കലഹത്തിനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ചെറിയ അസ്വസ്ഥതകൾ കുടുംബത്തുണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യതയും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ കൂടുതലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഈ ഒരു വാരം അങ്ങനെ ഉണ്ടാകുന്നതല്ല. നരസിംഹമൂർത്തിയെ നിത്യവും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ശത്രു തടസ്സങ്ങൾ നിത്യവും അങ്ങനെയുള്ള ശത്രു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ. അതുപോലെ ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുക. വിവാഹം ആലോചിക്കുന്ന മീനക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടുന്നതാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അങ്ങനെ ഉള്ള തടസ്സങ്ങളൊന്നും ഈ ഒരു വാരം അങ്ങനെ കാണിക്കുന്നതല്ല. ഫിനാൻഷ്യൽ ഡിസിഷൻസ് പ്രോപ്പറായി എടുത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വാരം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനത്തോടു കൂടി പോകാൻ പറ്റിയ ഒരു വാരമായിട്ടാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള വിസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മീനക്കൂർ നക്ഷത്രക്കാർക്കും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാവും. ഇത്രയാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ്. അതായത് ജ്യോതിഷപരമായിട്ട് അങ്ങനെ കവടി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഡേറ്റും ടൈമും ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.